Acts of the Apostles, chapter 13, verse 1 to 3. അന്ത്യോക്യ സഭയിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആക്ട്സിൻ്റെ 52 ടൈറ്റിലായി തിരിച്ചിരിക്കുന്ന ദ സൂപ്പർ നാച്ചുറൽ ബൈബിൾ സ്കൂൾ ദ ആക്ട്സ് എന്നുള്ള പോൾസ് മിഷൻ ജേണി പഠിപ്പിക്കുന്ന 52 സബ്ജക്റ്റുകളിൽ വളരെ പ്രഥമമായും ഞാൻ ടീച്ച് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സബ്ജക്റ്റാണ് നോ യുവർ കോളിംഗ്. നിങ്ങളുടെ വിളി നിങ്ങൾ തിരിച്ചറിയുക. ദ ആക്ട്സ് ടീച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ വിളിയെക്കുറിച്ച് ദൈവമക്കളെ നിർബന്ധമായും ബോധവൽക്കരിക്കാറുണ്ട്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, അവരവരുടെ വിളി ഏതാണ് എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ വിളിയോട് കണക്റ്റഡ് ആയിട്ടുള്ളത് മാത്രം ചെയ്ത് നമ്മൾ തൃപ്തി അടയേണ്ടതായി വരും. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായെ വിളി കൺഫേം ചെയ്യുന്ന ഒരു പദമാണ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കുക. ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിളിക്ക് വേണ്ടി അവരെ വേർതിരിക്കുക. ഒരു ജയിൽ പുള്ളിയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പോലെ ഒരു വിളി കൺഫേം ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയെ കൂടിൻ്റെ അകത്ത് നിന്ന് റിലീസ് ചെയ്യുന്നതിന് തുല്യമാണ് വിളി കൺഫേം ചെയ്ത് കിട്ടുക എന്നുള്ളത്. വിളി കൺഫേം ചെയ്ത് കിട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായ ആവശ്യം വരുന്നില്ല. ആക്ട്സിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലൂസിൻ്റെ വിളിയെക്കുറിച്ച് താൻ തന്നെ ഉറപ്പ് പ്രാപിക്കുന്ന ചില മേഖലകളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അത് ദൈവമക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദമസ്കോസിൽ വെച്ച് കർത്താവിനെ മുഖാമുഖമായി ദർശിക്കുന്ന ശൗല് നേർവീതി എന്ന തെരുവിൽ തർസൂസുകാരനാകുന്ന ശൗൽ യൂദായുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം 9-ാം അധ്യായത്തിലുണ്ട്. ദർശകനാകുന്ന അനന്യാസിനോട് ആ സ്ട്രീറ്റിൻ്റെ പേര് സഹിതം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. നീ പോവുക, നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ തർസൂസുകാരനാകുന്ന ശൗലിനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അനന്യാസ് പോകുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് പോകാൻ. കാരണം ശൗലിനെക്കുറിച്ച് നിരത്തിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് തന്നോട് പറയുന്ന ഒരു ദൂതുണ്ട്, അനന്യാസെ നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു ശൗല്. അപ്പോൾ 3 കാര്യങ്ങളാണ് അനന്യാസിനോട് കർത്താവ് പറയുന്നത്. ഒന്ന്, ഇസ്രായേലിന് ജാതികൾക്ക് രാജാക്കന്മാർക്ക്. 1 ഇസ്രായേലിന്, 2 ജാതികൾക്ക്, 3 രാജാക്കന്മാർക്ക്. ഈ 3 ത്രിവിധ ഏറിയാകൾ പറഞ്ഞിട്ട് പറയുക, ഇവരുടെ മുമ്പിൽ അവൻ എൻ്റെ നാമത്തെ വഹിക്കും, നീ പോവുക. അപ്പോൾ പോളിനെക്കുറിച്ചുള്ള കോള് അനന്യാസിനോട് കർത്താവ് പറയുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിളി എന്താണെന്നുള്ളത് ഒരുപക്ഷെ മറ്റൊരു ദർശകനോട്, ഒരു പ്രോഫറ്റിനോട് കർത്താവ് വളരെ വ്യക്തമായി സംസാരിക്കാം. അത് ജെന്യുവിനായ ഒരു പ്രോഫറ്റ് ആണെങ്കിൽ ആ പ്രോഫസി ജെന്യുവിനായിരിക്കും. വളരെ വ്യക്തമായി, വളരെ ഷാർപ്പായിട്ട് കർത്താവ് സംസാരിക്കും. വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ കോള് കൺഫേം ചെയ്ത 1-2 മേഖലകൾ അങ്ങനെയാണ്. ചിലരിൽ കൂടി എൻ്റെ കോള് വളരെ വ്യക്തമായി കർത്താവ് കൺഫേം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇത് അനന്യാസ് ത്രൂ ശൗലിനോട് കോള് കൺഫേം ചെയ്യുകയാണ്. നോ യുവർ കോളിംഗ്. എന്താണ് അവൻ്റെ കോൾ എന്നുള്ളത്. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തി 22 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പോൾ തൻ്റെ ടെസ്റ്റിമണി പറയുന്നുണ്ട്. ആ ടെസ്റ്റിമണി താൻ പറയുമ്പോൾ, ഞാൻ ദമസ്കോസിൽ സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി ചെന്നെന്നും അവിടെ വെച്ച് നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന വലിയൊരു വെളിച്ചം കൊണ്ട് കർത്താവ് എന്നെ തൊട്ടെന്നും അങ്ങനെ ഞാൻ തിരിച്ച് ജെറുസലേമിൽ വന്നെന്നും ഒരു പള്ളിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആത്മവിവശത ഉണ്ടായെന്നും ആ ആത്മവിവശതയിൽ കർത്താവ് തന്നോട് സംസാരിക്കുന്നതായിട്ടും ആ ദൈവശബ്ദത്തിൽ ഞാൻ നിന്നെ ദൂരത്തയച്ചിരിക്കുന്നു എന്നും കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നും ഒരു ശബ്ദമുണ്ടായി.
അപ്പോൾ ഒന്ന്, അനന്യാസ് ത്രൂ കർത്താവ് ശൗലിൻ്റെ വിളി കൺഫേം ചെയ്യുന്നു. 2, ആത്മവിവശത ഉണ്ടായപ്പോൾ കർത്താവ് നേരിട്ട് തന്നോട് തൻ്റെ ദർശനം, തൻ്റെ കോളിംഗ്, തൻ്റെ വിഷൻ, തൻ്റെ മിഷൻ ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരാൾ മുഖാന്തരം നമ്മുടെ കോൾ കൺഫേം ചെയ്യത്തക്കവണ്ണം കർത്താവ് ഇടപെടും. അദ്ദേഹം സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്നൊരു ദർശകനോ പ്രോഫറ്റോ ആണെങ്കിൽ അദ്ദേഹം മുഖാന്തരം കർത്താവ് ഇടപെടും. അല്ല എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിളി വലിയതാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റായി കർത്താവ് ഒരു വിഷൻ തരും. ഇവിടെ ആത്മവിവശതയിൽ അവൻ ദൈവശബ്ദം കേട്ടതാണ്. അപ്പോൾ ഇവിടെ പരമാർത്ഥമായിട്ട് വിശ്വസിക്കുക, പച്ചയ്ക്ക് വിശ്വസിക്കുക. കർത്താവ് എന്ത് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വചനം വിശ്വസിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ചില വിഷൻസ് എൻ്റെ കോള് കൺഫേം ചെയ്യുന്നതായിരുന്നു. ഓർക്കുക, വിഷൻസ് കോള് കൺഫേം ചെയ്യാൻ ഉതകുന്നതാണ്. അത് വിഷൻസ് ആകട്ടെ, ഡ്രീംസ് ആകട്ടെ, റെവലേഷൻസ് ആകട്ടെ, ട്രാൻസ് ആകട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കോള് കൺഫേം ചെയ്യുവാൻ നൽകിയിരിക്കുന്ന ചാലകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ കോള് കൺഫേം ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ചെയ്യുക. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് മാത്രമേ ഉള്ളൂ കർത്തൃവേലയിൽ ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ലോകത്ത് വലിയ രാജാവായിരിക്കാതെ അവരവർ കർത്തൃസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് പൗലൂസിനുണ്ടായതുപോലെ ചില വിഷൻസ് ദൈവശബ്ദമായി ഇടപെടൽ ഉണ്ടാകുന്നുവെങ്കിൽ തിരിഞ്ഞു നോക്കാതെ, മനുഷ്യരെ പേടിക്കാതെ, മറ്റൊരാളെ ബേസ് ചെയ്ത് ജീവിക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കോൾ കൺഫേം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ പോവുക. ബി കറേജ്, ധൈര്യമായിരിക്കുക. ഏത് പ്രതിസന്ധിയെയും ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മിനിസ്ട്രി മൈറ്റിയായി നിങ്ങൾ ചെയ്യുക. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവാണോ നിങ്ങൾക്ക് കോൾ കൺഫേം ചെയ്തത്, നിങ്ങളത് ചെയ്യുക. അതൊരു വലിയ ബേർഡൻ ആയിരിക്കാം. അതിൻ്റെ അകത്ത് 1-2 കാര്യം മാത്രമായിരിക്കില്ല. ഒരു കൊച്ചു സഭയുടെ ഒരു കൊച്ചു ശുശ്രൂഷകനായി ലൈഫ് ലോങ് ഇരുന്ന് തീർക്കുന്ന മിനിസ്ട്രിയും ആയിരിക്കുകയില്ല. ഒരു സഭ ഉള്ളപ്പോൾ തന്നെ പല ചർച്ചസിന് അടിസ്ഥാനമിടുവാൻ, പല വേലക്കാരെ ലിഫ്റ്റ് ചെയ്യുവാൻ, അവരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുവാൻ ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ കോളിങ്ങിൻ്റെ അകത്ത്, ആ വിളിയുടെ അകത്ത്, ആ വിഷൻ്റെ അകത്ത് തമ്പുരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക. കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വിളിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ഉള്ളത്തിൽ ഒത്തിരി ഞരക്കങ്ങൾ ഉണ്ടായിരിക്കാം. എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഏത് തരത്തിലുള്ള വിളിയാ കർത്താവ് എൻ്റെ മേൽ നൽകിയിരിക്കുന്നത്? മറ്റൊരാൾ ചെയ്യുന്നത് തന്നെ മാത്രം ചെയ്ത് ജീവിതം തീർക്കാനാണോ? അതോ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തോ ഒരു കോൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളത്തിൽ ഒരു ചോദ്യം നിങ്ങളുടെ അകത്ത് അവശേഷിക്കുന്നുവെങ്കിൽ ഇന്ന് അതിനൊരു ഉത്തരമായി ദൂത് ഞാൻ ദൈവമക്കൾക്ക് കൈമാറട്ടെ. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുക. ടൈമില്ല, ഇനി അധികം ടൈമില്ല. ഇതൊരു ഉണർവിൻ്റെ കാലമാണ്. ഇതൊരു ആത്മപകർച്ചയുടെ കാലമാണ്. അസാധാരണമായി പരിശുദ്ധാത്മാവിൻ്റെ കോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകുകയാണ്. കൺഫേം യുവർ കോളിംഗ്. നിങ്ങളുടെ വിളി നിങ്ങൾ കൺഫേം ചെയ്യുക. നിങ്ങൾ ആദ്യം ആ വിളി അറിയുക. നോ യുവർ കോളിംഗ്. നിങ്ങൾ ആദ്യം വിളി അറിയുക. അതിനുശേഷം നിങ്ങളുടെ കോൾ നിങ്ങൾ കൺഫേം ചെയ്യുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ, മൈറ്റിയായിട്ട് ഉപയോഗിക്കട്ടെ. വൻകരകളിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. മൾട്ടി നാഷണാലിറ്റീസിൻ്റെ നടുവിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിലെ മൾട്ടി കൾച്ചർ, പല കൾച്ചറുകൾ ഉള്ളവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കട്ടെ. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.